വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദം ചർച്ചയായി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ADGP H വെങ്കടേഷ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം മുൻകൂർ അപേക്ഷ പ്രകാരം ADGP MR അജിത് കുമാർ 4 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ വിവാദങ്ങൾക്കിടെയുള്ള ഈ കൂടിക്കാഴ്ച അത് പ്രധാനമാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഷഫീദ്. റിജിത, ഇന്നത്തെ പകൽ മുഴുവൻ ഏറ്റവും അധികം ചർച്ചയായത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി ചർച്ച നടത്തിയതായിരുന്നു. തൃശൂരിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച, അതടക്കമുള്ള കാര്യങ്ങൾ വലിയ വിവാദമായി. അതായത് അതടക്കം ഇന്ന് പ്രതിപക്ഷം കാര്യമായി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, അതിനുശേഷം ഈ ദത്താത്രേയ ഹോസ്പിറ്റലുമായി തൃശൂരിൽ ചർച്ച നടത്തിയ വിവാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോവളത്ത് RSS നേതാവ് റാം മാധവുമായും MR അജിത് കുമാർ ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതോടുകൂടി സർക്കാരും CPIM-ഉം അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പും ഈ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് അല്പസമയം മുൻപ് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയും DGP-യും കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, അതേപോലെ ADGP ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഈ ചർച്ചയിൽ ഈ വിവാദ വിഷയങ്ങൾ ചർച്ചയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ പോലീസ് നേരിടുന്ന അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് നേരിടുന്ന ആരോപണങ്ങൾ അതിൽ ചർച്ചയായി. മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റ് പോലീസ് വിഷയങ്ങളും ചർച്ച ചെയ്തു എന്നുള്ളതും നിർണായകമാണ്. ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ എന്നുള്ള വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതേസമയം ADGP MR അജിത് കുമാർ മുൻകൂട്ടി നൽകിയ അവധി അപേക്ഷയിന്മേൽ ഇപ്പോൾ 4 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വിവാദങ്ങൾക്കൊക്കെ മുൻപേ ADGP MR അജിത് കുമാർ അവധി അപേക്ഷ നൽകിയതാണ്. അവധിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങൾക്കിടെ വലിയ നിർണായകമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കും. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. BJPക്ക് വേണ്ടി തൃശൂർ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയത് ADGP MR അജിത് കുമാറും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണെന്ന് ആവർത്തിച്ച് PV അൻവർ MLA. വിദേശ ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ട ED അന്വേഷണം അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് RSS നേതാക്കളുമായി ചർച്ച നടത്തി. വിവാദം മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുവെന്നും സത്യം പുറത്തുവരുമെന്നും PV അൻവർ പറഞ്ഞു. ഈ BJP RSS നേതാവിനെ പ്രതിപക്ഷ നേതാവ് കണ്ടു എന്ന വിവരം എൻ്റെ ഓഫീസിൽ വന്ന വീഡിയോ ആണ്. ഇത് 9:53 എനിക്ക് കിട്ടുന്നു. അന്ന് 11 മണിക്കാണ് നിങ്ങളെ അടിയന്തരമായിട്ട് പത്രസമ്മേളനത്തിന് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടിയന്തര സമ്മേളനത്തിന് വിളിക്കുന്നത്. ഈ വിവരം എനിക്ക് കിട്ടി എന്നത് അജിത് കുമാറിൻ്റെ ഈ പാരലൽ സൈബർ വിങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചറിയിക്കുകയാണ്. അൻവർ ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല BJP നേതാക്കന്മാരുടെയും കാല് പിടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്കറിയാം. BJPക്ക് ആകെ ആവശ്യം എന്താ? ആ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു സീറ്റ് കിട്ടണം. അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം തൃശ്ശൂർ. അതിനുള്ള വഴിയൊരുക്കിയാണ്. പിന്നെന്താ വേണ്ടത്? പൊതുസമൂഹത്തിനെ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർക്കാരെ എതിരാക്കണം. SP സുജിദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരായ പീഡനാരോപണത്തിൽ FIR രജിസ്റ്റർ ചെയ്യാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നുവെന്ന് PV അൻവർ കുറ്റപ്പെടുത്തി. വ്യാജ ആരോപണമാണെങ്കിൽ പരാതിക്കാരിക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും MLA ചോദിച്ചു. എന്താ ഒരു FIR ഇട്ടാൽ? FIR ഇട്ടിട്ടല്ലേ അന്വേഷിക്കേണ്ടത്? ആ അന്വേഷണത്തിൽ ഈ സ്ത്രീ പറയുന്നത് തെറ്റാണെങ്കിൽ ആ FIR ക്ലോസ് ചെയ്യാനും റഫർ ചെയ്യാനും ഈ കള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത സ്ത്രീക്കെതിരെ നടപടിയെടുക്കാനും CRPC-യിലും IPC-യിലും ഒക്കെ പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ എടുത്ത് കേസെടുത്താൽ പോരെ? എന്താ പോലീസ് മുങ്ങിക്കളിക്കുന്നത്? അവിടെയാണ് ഇതിൻ്റെ വിഷയം. അതാണ് ഈ പോലീസ്. അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം FIR ഇടുമോ ഇല്ലേ എന്നുള്ളത്. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസിൽ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്ത ശേഷമാണ് അൻവർ പ്രതികരിച്ചത്. ADGP ആരുടെ ദൂതൻ? RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് ADGP MR അജിത് കുമാർ. സ്വകാര്യ സന്ദർശനം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ADGP വിശദീകരിച്ചത്. RSSന്റെ മറ്റൊരു നേതാവ് റാം മാധവിനെയും ADGP കണ്ടെന്ന വിവരവും പിന്നാലെ പുറത്തുവന്നു. ഇതോടെ പ്രതിപക്ഷമുയർത്തിയ ആരോപണത്തിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി. പോലീസിൽ സംഘപരിവാർവൽക്കരണമെന്ന ഇടതനുഭാവികൾ വരെ വിമർശനം ഉയർത്തുന്നുണ്ട്. അതേ പോലീസിലെ ക്രമസമാധാന വിഭാഗം ADGP RSS നേതാക്കളുമായി നടത്തിയ നിരന്തര കൂടിക്കാഴ്ചയാണ് സർക്കാരിന് തലവേദനയാകുന്നത്.
കഴിഞ്ഞ വർഷം മെയ് 22-ന് തൃശൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് എം.ആർ. അജിത് കുമാർ ദത്താത്രേയ ഹൊസബാളയെ കണ്ടത്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി വിജ്ഞാന ഭാരതി ഭാരവാഹിയുടെ സ്വകാര്യ വാഹനത്തിലായിരുന്നു ADGP ഹോട്ടലിലെത്തിയത്. ഇക്കാര്യം പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അന്നേ അറിയിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനങ്ങിയില്ല. സ്വകാര്യ സന്ദർശനമെന്ന അജിത് കുമാറിന്റെ വിശദീകരണത്തിൽ നടപടിയുമെടുത്തില്ല. കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമായിരുന്നു RSS നേതാവ് റാം മാധവുമായി കൂടിക്കാഴ്ച. RSSന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ADGP CPIM-കാരൻ അല്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് നേതാക്കൾ. അയാൾ സ്ഥിരീകരിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എനിക്കൊന്നും പറയാനാവില്ല. ADGP CPM നേതാവല്ലെന്നേ. എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം ഒറ്റയ്ക്ക് ആരെ കാണാൻ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ വരുന്ന കാര്യമില്ല. ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൽ വരുന്നുണ്ട്. എം.ആർ. അജിത് കുമാർ കൂടിക്കാഴ്ച സമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് ആരോപണം വീണ്ടും കടുപ്പിച്ചു. തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണോ? അപ്പൊ ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി അപമാനിക്കുക. അങ്ങനെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം. ദത്താത്രേയ ഹൊസബാളയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള കാരണമായി പറയുന്ന സൗഹൃദത്തിന്റെ ആനുകൂല്യം റാം മാധവിനെ കണ്ടതിൽ എം.ആർ. അജിത് കുമാറിന് ലഭിക്കില്ല. ആദ്യം സംഭവിച്ചത് കണ്ടില്ലെന്ന് നടിച്ചാലും രണ്ടാമത്തെ കൂടിക്കാഴ്ചയ്ക്ക് ന്യായീകരണവുമില്ല. മുഖ്യമന്ത്രിയുടെ മൗനമുയർത്തി വിഷയം ഇതിനോടകം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ADGP ദത്താത്രേയ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ മാനമില്ലെന്ന് വരുത്താനുള്ള CPIM നിലപാടിൽ കടുത്ത അതൃപ്തിയുമായി CPI. MV ഗോവിന്ദനെ പരസ്യമായി തള്ളാൻ ബിനോയ് വിശ്വം വാർത്താ സമ്മേളനം വിളിച്ചത് അപൂർവതയായി. മുഖ്യമന്ത്രി മൗനം തുടരുന്നത് അംഗീകരിക്കാനാവില്ല എന്നുകൂടിയാണ് ഇതുവഴി CPI വ്യക്തമാക്കുന്നത്. RSSന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. ADGP എം.ആർ. അജിത് കുമാർ RSS ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടതിന് പാർട്ടിക്കെന്ത് കാര്യമെന്ന് പറഞ്ഞൊഴിയാൻ CPM-ന് കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നു മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPI. കൂടിക്കാഴ്ച ഗൗരവതരമായ കാര്യമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതോടെ CPM-ന് ഇനി രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കേണ്ടിവരും. LDFന്റെ ചെലവിലല്ല കൂടിക്കാഴ്ച നടന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതും ബോധപൂർവമാണ്. ഇതിൽ CPM ഒഴിച്ച് മുന്നണിയിലെ മറ്റൊരു കക്ഷിക്കും പങ്കില്ലെന്ന് പറയുന്നതായി CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. അത് ഗൗരവമുള്ള കാര്യമാണ്. എന്ത് വിജ്ഞാനമാണ് ADGPക്ക് ഇത്തരുണത്തിൽ RSSന്റെ വ്യക്തമായിട്ട് പങ്കിടാനുള്ളതെന്ന് നിങ്ങൾക്കറിയില്ല. LDFന് ഒന്നും പങ്കിടാനില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. LDF ചെറിയ പോയിട്ടില്ല, പോകാൻ പാടില്ല. CPIയെ എതിർക്കാൻ BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നത് അന്തർധാര സജീവമാണെന്ന ആരോപണത്തിന് കൂടുതൽ ബലം നൽകി. CPI എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് പുലിയാണ്. പ്രത്യേകിച്ചും ഈ ബിനോയ് വിശ്വം സെക്രട്ടറി ആയതിനു ശേഷം ഒരു നട്ടലില്ലാത്ത പാർട്ടിയാണ് CPI. CPIക്ക് ഒരു അഭിപ്രായവുമില്ല. അധികാരത്തിൽ പങ്കുവെക്കലിൽ അവരും നല്ല കളിയാണ് കളിക്കുന്നത്. CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നിലവാരവും ഇല്ലാത്ത പാർട്ടിയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPIM. കേരള പാർട്ടിയെ RSSൽ കൊണ്ടുകെട്ടുമ്പോൾ കേന്ദ്ര നേതാക്കൾ കാഴ്ചക്കാരായി നിൽക്കുകയാണോ എന്ന KC വേണുഗോപാലിന്റെ ചോദ്യം CPIM കേന്ദ്ര നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാക്കുന്നതാണ്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ബലാത്സംഗ കേസിൽ M. മുകേഷ് MLA-യുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ. മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകും. M. മുകേഷിന്റെ ജാമ്യഹർജിയിൽ വിധി വന്നപ്പോഴേ അതിലെ കോടതി പരാമർശങ്ങളിൽ അസ്വാഭാവികത നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു മുൻകൂർ ജാമ്യഹർജിയിൽ കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകയറി എന്നതായിരുന്നു ആക്ഷേപം. സെഷൻസ് കോടതി വിധിയിലെ ഈ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ ഹർജി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് വിചാരണയെ ബാധിക്കുമെന്നും അതിജീവിതയുടെ മൊഴിയെ അവിശ്വസിക്കുന്നതാണ് മുൻകൂർ ജാമ്യ ഉത്തരവെന്നും ചൂണ്ടിക്കാട്ടിയാകും ഹൈക്കോടതിയെ സമീപിക്കുക. ഇക്കാര്യം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കത്ത് നൽകി. നേരത്തെ വിധി പ്രസ്താവത്തിൽ 15 വർഷം പഴക്കമുള്ള കേസെന്ന നിലയിൽ ചില പരാമർശങ്ങൾ വന്നിരുന്നു. ഇത്ര ലാഘവത്തോടെ ഇത് കാണാനാകില്ലെന്നും വിശദമായ മുൻകൂർ ജാമ്യ ഉത്തരവ് പരിധി വിട്ടതാണെന്നും പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നു. 19 പേജിൽ കേസിലെ വസ്തുതകൾ വിശദമായി ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ല. കേസിന്റെ വിശദമായ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നില്ല എന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടും. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.
പ്രതിഷേധത്തിൽ മുങ്ങി സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം. സംഘടനകളുമായി ചർച്ച നടക്കുന്നതിനിടെ മാക്ട ഭാരവാഹികളാണ് പ്രതിഷേധവുമായി എത്തിയത്. സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് മാക്ട കത്തും നൽകി. സിനിമാ കോൺക്ലേവിനെതിരെ നടി രഞ്ജിനി രംഗത്തെത്തി. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പ്രതിനിധികളുമായാണ് സിനിമാ നയരൂപീകരണ സമിതി ആദ്യ ചർച്ച നടത്തിയത്. ഇതിനിടെയാണ് തൊഴിൽ നിഷേധവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട ബി ഉണ്ണികൃഷ്ണനെ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് മാക്ട പ്രവർത്തകർ പ്രതിഷേധിച്ചത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും എല്ലാ സിനിമാ സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. ഇപ്പോൾ ഇത് സഹകരിക്കില്ല എന്ന് പറയുന്നവരും ഇതിന്റെ കൂടെ നിൽക്കുകയും അവർക്ക് ആരെങ്കിലും അനഭിമതരായിട്ടുണ്ടെങ്കിൽ, ആരോടൊപ്പെങ്കിലും അവർക്ക് വേദി പങ്കിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവർ ചൂണ്ടിക്കാണിക്കട്ടെ. അത് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിച്ച് അവരെ മാറ്റി നിർത്തേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റി നിർത്താം. അതിനൊക്കെ യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷേ അവര് ഇത് ബഹിഷ്കരിച്ചു പോവുകയല്ല. സിനിമയോടൊരു ഉത്തരവാദിത്തം, ഒരു കമ്മിറ്റ്മെന്റ് അവർക്കുണ്ടെങ്കിൽ സിനിമയോടൊപ്പം ചേർന്ന് നിൽക്കണം. നവംബർ അവസാനത്തോടെ നടത്താൻ തീരുമാനിച്ച സിനിമാ കോൺക്ലേവ് നീട്ടിവെച്ചേക്കും. സിനിമാ കോൺക്ലേവിനെതിരെ നടി രഞ്ജിനി രംഗത്തെത്തി. No need of conclave. Cancel the conclave and constitute. ഈ ലോ എന്ത് ഫൈൻഡിങ്സോ എന്ത് റെക്കമെൻഡേഷൻ ഉള്ളതോ അത് നമുക്ക് ഇപ്പൊ തന്നെ ലീഗൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യാമല്ലോ. പണവും സമയവും നഷ്ടപ്പെടുത്താതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് രഞ്ജിനി ആവശ്യപ്പെട്ടു. 24 കൊച്ചി. ADGP RSS കൂടിക്കാഴ്ച വിവാദത്തിൽ CPIM-ഉം നേർക്കുനേർ. പൂരം നടത്തിപ്പിലെ വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കണമെന്ന് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ചോദിച്ചാലുടനെ പുറത്തുവിടാനാകില്ലെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ തിരിച്ചടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാറിന്റെ തോൽവിക്ക് കാരണമായത് പൂരം നടത്തിപ്പിലെ പോലീസ് വീഴ്ചയാണെന്ന് CPI തുടക്കം മുതലേ ആരോപിക്കുന്നു. ഇതിനിടയിലാണ് ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ. ഇതോടെ ഗൂഢാലോചന നടത്തിയാണ് പൂരം കലക്കിയതെന്ന CPI വാദത്തിന് കൂടുതൽ ബലം കിട്ടി. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം VS സുനിൽകുമാർ ശക്തമാക്കി. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ്. ഇപ്പം അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ വിവരം പുറത്തുവിടണമെന്നും അതെന്താണ് ജനങ്ങൾ അറിയണമെന്ന് ഞാൻ പറയാൻ കാരണം അത് ഗൗരവതരമായ റിപ്പോർട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. വിവാദത്തിൽ CPIക്കും CPIM-നും ഇടയിൽ ഭിന്നത രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു A വിജയരാഘവന്റെ മറുപടി. പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റിയില്ല. ഇവിടെ നിങ്ങൾക്ക് നാളെ രാവിലെ തരണം എന്ന് പറഞ്ഞിട്ടുള്ള വാശി പിടിക്കണ്ട. ഗവൺമെന്റ് അതൊക്കെ സംബന്ധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും. അതിലാരും വിഷമിക്കേണ്ട കാര്യമില്ല. കൃത്യമായ ഉചിത നടപടികൾ ഇക്കാര്യങ്ങളിലുണ്ടാവും. റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് സുനിൽകുമാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ട് 4 ദിവസമായി. അനുകൂല നിലപാടുണ്ടാകാത്തതിൽ CPI കടുത്ത അതൃപ്തിയിലാണ്. 24 തൃശൂർ. ഓണവിപണിയിലും CPIയുടെ ഭക്ഷ്യവകുപ്പിനോട് ഇരട്ടത്താപ്പ്. കുടിശ്ശിക കിട്ടാതെ വന്നതോടെ CPIയുടെ കൈവശമുള്ള സപ്ലൈകോയ്ക്ക് സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടേണ്ടി വന്നു. എന്നാൽ പണം കിട്ടിയ CPIM-ന്റെ കൈവശമുള്ള കൺസ്യൂമർ ഫെഡ് വിലക്കുറവിൽ സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തു. CPIയുടെ ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിച്ചപ്പോൾ CPIM-ന്റെ സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡിൽ വിൽപ്പന നടക്കുന്നത് കുറഞ്ഞ വിലയ്ക്കാണ്. സർക്കാർ നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക ലഭിക്കാത്തതിനാലാണ് സപ്ലൈകോക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വന്നത്. 580 കോടി രൂപ കുടിശ്ശികയിൽ 325 കോടി രൂപ ഓണവിപണിക്ക് ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ നൽകിയത്. സഹകരണ വകുപ്പിന്റെ കൺസ്യൂമർ ഫെഡിന് പണം ലഭിച്ചതിനാൽ പൊതുവിപണിയിൽ നിന്ന് മുൻകൂട്ടി സംഭരിക്കാൻ കഴിഞ്ഞു. കൺസ്യൂമർ ഫെഡിലെ വിലക്കുറവിന് കാരണം ഇതാണ്. സർക്കാർ പണം നൽകാൻ വൈകിയതോടെ കൂടിയ വിലയിൽ സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ സംഭരിക്കേണ്ടി വന്നു. CPI നേതൃത്വം നൽകുന്ന ഭക്ഷ്യവകുപ്പിനോടുള്ള അവഗണനയിൽ വകുപ്പ് മന്ത്രിക്കടക്കം വിയോജിപ്പുണ്ട്. സപ്ലൈകോയ്ക്കുള്ള തുക സമയത്തിന് ലഭിക്കുന്നില്ലെന്ന പരാതിയും പാർട്ടിക്കുള്ളിലടക്കം പലതവണ ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. സംഘർഷം രൂക്ഷമായി തുടരുന്ന മണിപ്പൂരിൽ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. ജിരിബാമിൽ ഉറങ്ങിക്കിടന്നവർക്ക് നേരെയാണ് അക്രമികൾ വെടിയുതിർത്തത്. സംഘർഷങ്ങൾക്ക് പിന്നിൽ കുക്കി വിഭാഗമെന്നാണ് മണിപ്പൂർ പോലീസിന്റെ ആരോപണം. മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ റോക്കറ്റ് ഷെൽ ആക്രമണത്തിന് പിന്നാലെയാണ് ജിരിബാം ജില്ലയിലും ആക്രമണമുണ്ടായത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ആക്രമണം. വീട്ടിലുറങ്ങുകയായിരുന്ന ആൾക്കുനേരെ അക്രമി സംഘങ്ങളെത്തി വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. 4 പേർ ആയുധധാരികളായിരുന്നുവെന്ന് മണിപ്പൂർ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മണിപ്പൂർ മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് നേരെയും റോക്കറ്റ് ഷെൽ ആക്രമണമുണ്ടായി. ഒരാൾ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.
ബിഷ്ണുപൂർ, ഇംഫാൽ ഈസ്റ്റ് ജില്ലകളിൽ ഒന്നിലധികം ഡ്രോണുകൾ കണ്ടതായി പ്രദേശവാസികൾ അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ കുക്കി വിഭാഗമാണെന്ന് മണിപ്പൂർ പോലീസ്. മണിപ്പൂർ ഇന്റഗ്രിറ്റി കോർഡിനേറ്റിംഗ് കമ്മിറ്റി മണിപ്പൂരിൽ പൊതു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല യോഗം ചേർന്നു. 24 ഡൽഹി. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.